കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു കുട്ടി മരിച്ചത്. പേപ്പട്ടി കഴിച്ചു, പോയി ആവശ്യത്തിനുള്ള വാക്സിൻ ഡോസുകളെല്ലാം എടുത്തു. വീട്ടിൽ വിശ്രമിക്കുന്ന കുട്ടിക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതിനുശേഷം വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ചെന്നു. ആ കുട്ടി മരണപ്പെട്ടു. ഇന്ന് പുതിയൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് ഒരു 7 വയസ്സുകാരിയെ പട്ടി കടിച്ച് ചികിത്സയിലായിരുന്നു. അവസാന ഡോസിന് തൊട്ട് മുമ്പ് പനി വന്നു, പേവിഷബാധ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കൃത്യമായ ചികിത്സ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ പേപ്പട്ടി കടിയേറ്റവരെ നിങ്ങൾ മരിക്കാൻ വിടുന്നത്? എന്ത് കുറ്റമാണ് അവർ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ അവരെ ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കുന്നത് എന്തിന്? അവരെ സെല്ലിലടച്ച് പീഡിപ്പിക്കുന്നത് എന്തിന്? അലോപ്പതിയിൽ അതിനുള്ള ചികിത്സ, ഫലപ്രദമായ ചികിത്സ ഇല്ല എന്നുണ്ടെങ്കിൽ ആയുഷിന്റെ മറ്റു പല മേഖലകളിലും ആ ചികിത്സ ഉണ്ട്. അവർ ചികിത്സിക്കാൻ അനുവദിക്കണം. ചില ചികിത്സകളുടെ പേര് പറഞ്ഞ് അത് മറ്റാരും ചെയ്യാൻ പാടില്ല എന്ന് നിയമം പാസാക്കി ഇങ്ങനെ വാക്സിൻ കമ്പനികൾക്കും മരുന്ന് ലോബികൾക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ച് നടക്കുമ്പോൾ ഈ ജനങ്ങളുടെയും ഇതുപോലെ കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിന് യാതൊരു വിലയുമില്ലെന്നാണോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്? ആകെ ഒരു ജീവിതമല്ലേ ഇവിടെ ഉള്ളൂ. ആ ജീവിതം അവർക്ക് സന്തോഷപൂർവ്വം ദൈവം കൊടുത്തിട്ടുള്ള ആയുസ് നിൽക്കുന്നവരെ ജീവിച്ചു തീർക്കണ്ടേ? പേ ഇളകിക്കഴിഞ്ഞാലും ചികിത്സിക്കാൻ ഇവിടെ ആൾക്കാർ റെഡിയുണ്ട്. നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആ നേരത്തെങ്കിലും, സെല്ലിലടച്ചുകൊണ്ട് മരണം കാത്ത് നിങ്ങൾ ഇരുന്ന് അറുമാദിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തെങ്കിലും മറ്റുള്ള ചികിത്സാ മേഖലയിൽ ചികിത്സിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഒരാളെ നമുക്ക് അത്തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ അതുപോലുള്ള സമാന സന്ദർഭങ്ങൾ വരുമ്പോൾ അത്തരം ചികിത്സാ വിധികൾ തേടിക്കൊണ്ട് അവരുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിക്കൂടെ? നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങളിൽ ഇല്ലാത്ത ചികിത്സ മറ്റുള്ളവരിലുണ്ടെങ്കിൽ ആ സമയത്തെങ്കിലും അവരെ നിങ്ങൾ സ്വീകരിച്ചൂടെ? അല്ല, എനിക്കറിയാൻ വയ്യാത്തത് ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് അലോപ്പതി മന്ത്രിയാണോ?